അല്ലു അർജുൻ നായകനായ പുഷ്പ 2 പ്രീമിയറിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. 9 വയസ്സുള്ള ശ്രീതേജ എന്ന കുട്ടിക്കാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തിരക്കിൽപ്പെട്ട കുട്ടി ഗുരുതരാവസ്ഥയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അല്ലു അർജുൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹൈദരാബാദിലെ ചിക്കറ്റ് പള്ളിയിലുള്ള സന്ധ്യ തിയേറ്ററിലായിരുന്നു അപകടം നടന്നത്. അല്ലു അർജുനും സിനിമയുടെ സംഗീത സംവിധായകനായ ദേവിശ്രീ പ്രസാദും സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ശ്രീതേജിന്റെ അമ്മയായ രേവതി എന്ന 39-കാരിയാണ് നേരത്തെ മരിച്ചത്. സംഭവത്തെ തുടർന്ന് അല്ലു അർജുനെയും തിയേറ്റർ ഉടമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അല്ലു അർജുന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചതിലുള്ള പാളിച്ചയാണെന്നും പിന്നീട് ലാത്ത് വീശി വരികയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ അല്ലു അർജുൻ ജയിൽ മോചിതനായിരുന്നു. യുവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും നടൻ നേരത്തെ പറഞ്ഞിരുന്നു. ആന്ധ്ര സ്വദേശിയായ രേവതിയുടെ കുടുംബത്തെ കാണുമെന്നും സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം അറിയിച്ചിരുന്നു. അതേസമയം തിയേറ്റർ അപകടത്തിൽ പ്രതി ചേർക്കപ്പെട്ട അല്ലു അർജുൻ ജാമ്യത്തിലാണ്. കുട്ടിയെ കാണാൻ പോകാതിരുന്നത് നിയമപ്രശ്നങ്ങൾ മൂലമാണെന്നും അല്ലു അർജുൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. കേസ് നിലനിൽക്കുന്നതിനാൽ കുട്ടിയെ സന്ദർശിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടും. നിയമവിദഗ്ധർ വിലക്കിയതുകൊണ്ട് മാത്രമാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നതെന്നും കുട്ടിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു. സാധ്യമായാൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ കാണാൻ എത്തുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് അല്ലു അർജുൻ പ്രതികരണവുമായി എത്തിയത്. നിരവധി പേർ നടന് പിന്തുണയുമായി എത്തിയിരുന്നു. കാരണം പെട്ടെന്നുണ്ടായ ഒരു അപകടമാണെന്നും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലു അർജുന്റെ അറസ്റ്റ് പോലും സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. തെലങ്കാന സർക്കാരിനെതിരെ നിയമ പോരാട്ടങ്ങൾക്ക് നടൻ ഒരുങ്ങുകയാണെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. അന്യായമായി തടവിൽ വെച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന വാർത്തകളാണ് പ്രചരിച്ചിരുന്നത്. അല്ലു അർജുന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി നടീനടന്മാരാണ് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. രശ്മിക മന്ദാന, നാനി, വിവേക് ഒബ്രോയ്, സന്ദീപ് കിഷൻ തുടങ്ങിയ നടീനടന്മാരാണ് നടന് പിന്തുണയുമായി എത്തിയത്. നിർഭാഗ്യകരമായ സാഹചര്യമായിരുന്നെന്നും ഒരാളെ മാത്രം കുറ്റപ്പെടുത്തരുതെന്നുമായിരുന്നു രശ്മിക മന്ദാന കുറിച്ചത്. നടനായ അല്ലു അർജുനെ മാത്രം തെറ്റുകാരനാക്കരുതെന്നായിരുന്നു നാനിയുടെ വാക്കുകൾ. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ശരിയായ രീതിയിൽ പ്രശ്നം അവസാനിക്കട്ടെ എന്നുമായിരുന്നു വിവേക് ഒബ്രോയ് പറഞ്ഞത്. ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ചെയ്യേണ്ടതെന്നുമെന്നായിരുന്നു സന്ദീപ് കിഷൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഹൈദരാബാദിലെ കിംസ് കട്ലസ് ഹോസ്പിറ്റലിലായിരുന്ന കുട്ടി PICU വിഭാഗത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയുടെ നില നേരെയായി എന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇങ്ങനെയൊരു വാർത്ത ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട കരുതലുകൾ തിയേറ്റർ ഉടമകളും എടുക്കണമെന്നതാണ് ഈ കാര്യത്തിലൂടെ വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.